നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. എല്ലാം തകർന്നേ. നിങ്ങളോ വീണ്ടും വീണ്ടും നിങ്ങളോ? എടാ എവര് വീണ്ടും വന്ന് എന്റെ കൈ പോയടാ. അശോക പറയടാ, എന്തേലും സഹായിക്കടാ. നിങ്ങൾ അവനെ മനപ്പുറം ഇടിച്ചിട്ടാണല്ലേ? ഞങ്ങള് മനപ്പുറം ചെയ്തൊന്നുമല്ല. ഇവൻ റോങ് സൈഡ് കയറി വന്നതാ. സൈക്കിൾ എന്തോന്ന് റോങ് സൈഡ്? അയ്യോ എന്റെ കൈ പോയടാ അശോക. അയ്യോ എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോണേ നാട്ടുകാരെ. നിങ്ങളല്ലേ അവനെ ഇടിച്ചിട്ടത്? നിങ്ങൾ തന്നെ അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. എനിക്ക് ചിലപ്പോ ബ്ലഡ് വേണ്ടി വരും. രണ്ടുമൂന്നുപേരുടെ കൈ സഹായം വേണ്ടി വരും. ചിലപ്പോ കൃത്രിമ ശ്വാസം വേണ്ടി വരും. അതിന് ഇവന് പരിക്കൊന്നും പറ്റിയില്ലല്ലോ. ഇത് പിന്നെ പരിക്കല്ലേ? നോക്കൂ, വേറെ എടുത്തും പരിക്കുണ്ട്. അതൊന്നും കൊണ്ടുവരാൻ കാണിക്കാൻ പറ്റില്ല. എടാ എന്നെ ഇത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറടാ. അതെ, ഇവനെ നിങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയില്ലെങ്കിലേ ഇത് ഞങ്ങൾ കേസാക്കുവേ. ഇന്ന് നമ്മുടെ വണ്ടിയെ കൊണ്ടുള്ളൂ ഒന്ന് മുട്ടാൻ. വണ്ടിക്ക് പ്രശ്നമുണ്ടായി, ഇനി കേസ് ഉണ്ടാവില്ലെന്നല്ലേ റീനാമ്മ പറഞ്ഞേ. അയ്യോ എന്താടാ? ഒന്നുമില്ല. അയ്യോ കുഴപ്പമായല്ലോ. നിങ്ങൾ അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണല്ലേ? ഞങ്ങളെ ക്യാഷ് തരാം. താനൊരു ഓട്ടോ വിളിച്ചിട്ട് ഇവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. ഓട്ടോയോ? ഓട്ടോ ഉണ്ടോ? എനിക്ക് ഓട്ടോയിൽ പോകാൻ പറ്റില്ല. എനിക്ക് ഓട്ടോ അലർജിയാ. പുലിവാലായല്ലോ. ഇവൻ ഒരുപാട് അലർജിയുള്ളതാ. നിങ്ങൾ അവനെ വണ്ടി ഇടിച്ചിട്ടേ ഞാൻ അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാ. ഇത് എവിടത്തെ ന്യായ? നിങ്ങൾ തന്നെ കൊണ്ടുപോയേ പറ്റുള്ളൂ. ഈ സാധനത്തിന് നമ്മൾ ചുമക്കാനോ? പണിയായല്ലോ. എടാ നോക്കി നിക്കാതെ എന്നെ വണ്ടിയിലോട്ട് കേട്ടടാ. എന്താ പ്രശ്നം ഇവിടെ? ചേട്ടാ ദേ ഇവര് ഈ വണ്ടി കൊണ്ടുവന്ന് എന്നെ ഇടിച്ചു കേട്ടാ. ഇവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറഞ്ഞപ്പോ പറ്റൂലെന്ന്. അങ്ങനെ പറഞ്ഞോ? എന്റെ പൊന്നു ചേട്ടന്മാരെ, ഞങ്ങളെ തെറ്റല്ല. ഇവൻ ഇങ്ങോട്ട് വന്ന് കേറിയതാ. ഇപ്പൊ അങ്ങനെ നീ കൂടുതൽ സംസാരിക്കണ്ട. നീ കുറെ നേരമായി സൈക്കിളുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് ഞങ്ങൾ കണ്ട. ഇവിടെ വണ്ടിക്ക് നീ സൈക്കിൾ കുറുകെ വെച്ചടാ. അയ്യോ അല്ല, ഞങ്ങള് കണ്ടോണ്ടിരിക്കായിരുന്നടാ. നീ മനഃപൂർവ്വം ചെയ്തല്ലേ? എടാ അശോക, അത് പിന്നെ എടാ പോയോ? അങ്ങനെയാണല്ലേ? നീ അപകടം ഉണ്ടാക്കി ആളുകളുടെ പണം തട്ട നടക്കുന്നല്ലടാ. അയ്യോ അത് ഞാനല്ല. ഇനി ഇവിടെ ഞങ്ങളുടെ ആവശ്യമില്ലല്ലോ. പോട്ടെ ചേട്ടന്മാരെ, ബൈ ബൈ. അയ്യോ ചേട്ടാ, മതി. ഇനി അടിച്ചാ സന്തോഷം. അയ്യോ അമ്മേ, ഇന്ന് ആരെയാണോ കണി കണ്ട? അയ്യോ ഇപ്പൊ വീണ്ടും പോയനെ. ഒന്നും അറിയാത്ത പോലെ ചെല്ല. ശ്യാമള, ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ലായിരുന്നു. എടാ നീ ഒന്ന് പിടിച്ചടാ. വാ വാ വാ. ഇത് നീയും പ്രതീക്ഷയാണല്ലോ അല്ലേ? ഇനി ഇമ്മാതിരി ഐഡിയ പറയാൻ നിന്റെ വാഹ തുറന്ന നിന്റെ വാഴ ഞാൻ പന്നി വെച്ച് കയറ്റും. പോടാ എടാ, പോടാ. അയ്യോ പോടാ. എടുത്തോട്ടോ. എടാ ഈ സൈക്കിൾ ഞാൻ കൊണ്ടുപോകട്ടെ. കൈയടിച്ചോടി. ഞാൻ നടന്നോളാം. പോടാ. അയ്യോ അതെ, നമ്മൾ കുറച്ചുകൂടെ നേരത്തെ എത്തേണ്ടായിരുന്നു. ബീച്ചിലേക്ക് പോയോണ്ടാ ലേറ്റ് ആയത്. ബീച്ചിൽ പോയപ്പോഴാ മനസ്സിനൊരു കുളിർമ ഉണ്ടായത്. ബീച്ചിൽ കുളിച്ചിട്ട് വന്നാ മതിയായിരുന്നു. അടുത്ത തവണ ആവട്ടെ കുളിക്കാം. ആരവിന്റെ അവസ്ഥ എന്തായിക്കാണോ എന്തോ. അവന്റെ കാര്യത്തിൽ എന്തെങ്കിലും ചെയ്യണ്ടേ? ഇന്ന് രാത്രി 12 മണി കഴിയുമ്പോ അവനെ ഇറക്കി വിടണം. അക്കാര്യത്തിൽ ഒരു ചേഞ്ചും ഇല്ല. അതെ, എത്രയും പെട്ടെന്ന് രാത്രി 12 മണി ആവണേ. പാവം അകത്ത് വിശന്ന് കിടക്കായിരിക്കും. എല്ലാരും വാ, നമുക്ക് പോവാം. എന്താ കാലിൽ എന്താ ഉടക്കി ഇവിടെ വെച്ച്? എന്താ പറ്റിയെന്നറിയില്ല. ഇവിടെയോ?
എടി അവിടെ ഒന്നുമില്ലല്ലോ. ഇല്ല, ഒരു കയറോ വള്ളിയോ അങ്ങനെ എന്തോ കാലിൽ തട്ടിയതുപോലെ എനിക്ക് തോന്നിയത്. വള്ളിയോ? അതിന് ഇവിടെ അങ്ങനത്തെ ഒരു സാധനം പോലും ഇല്ലല്ലോ. നമുക്കിപ്പൊ തന്നെ പലതും വള്ളിക്കെട്ടുകളാ. അപ്പോഴാ ഇല്ലാത്ത വള്ളി നിന്റെ കാലേ കുരുങ്ങിയത്. ഒന്ന് പോടി. നീ കാലൊടക്കി വീണത് വല്ലതും ആയിരിക്കും. വാ പോവാം. വാ ഇത് പിടിച്ചേ. ദാ. ഹലോ, 5 സുന്ദരികൾ, നിങ്ങൾ അറിഞ്ഞില്ലായിരുന്നോ? ഇതിനകത്ത് ഒരുത്തനെ ഒരു കുട്ടി കണ്ടു. ഓരവനെ ആരെങ്കിലും കണ്ടോ? ഏതവനാടാ പെൺപിള്ളേർ ഹോസ്റ്റലിൽ കയറിയത്? അവനൊക്കെ ആട്ടി കൊടുത്തു വിടണ്ടേ? അല്ല, അന്ന് രാത്രി വന്ന പാർട്ടിയാണോ? അതെ, മറ്റേ മതിലിന് മീതെ പറന്നുപോയ ആ സൂപ്പർമാൻ അല്ലേ? അതാരാണെന്ന് ആർക്കും അറിയില്ലല്ലോ. ഇവിടെ പറഞ്ഞു കേൾക്കുന്ന ആ പാൽക്കാരൻ പയ്യന്റെ ആത്മാവാണോന്ന് സംശയമുണ്ട്. ഇന്നിവിടെ കണ്ടതും അവനെ തന്നെ ആവാം. അല്ല, പ്രേതാത്മാക്കള് പകൽ സമയത്ത് പുറത്തിറങ്ങാറുണ്ടോ? അതൊന്നും ഞങ്ങൾക്കറിയില്ല. ഒരു പെൺകുട്ടി അവനെ കണ്ട് പേടിച്ചു. സംഗതി ആ പാൽക്കാരൻ പയ്യൻ തന്നെയാ. ഏതായാലും നിങ്ങൾ സൂക്ഷിക്കണം. ആ പാൽക്കാരൻ പയ്യനും നിങ്ങളുടെ റൂമും തമ്മിൽ എന്തോ കണക്ഷൻ ഉണ്ട്. അതുകൊണ്ടാണല്ലോ ഡോക്ടർ ഗബ്രിയേൽ ഇവിടെ വന്നിട്ട് പോയത്. നിങ്ങൾ എത്രയും പെട്ടെന്നേ ആ റൂം കാലിയാക്കിക്കോ. അവിടെ എന്തോ പ്രശ്നമുണ്ട്. നിങ്ങൾ ആ റൂം എടുത്തതിന് ശേഷമാ ഇവിടെ ഈ അജ്ഞാത രൂപങ്ങളെ പലരും കാണുന്നത്. അല്ല, ആരാ കണ്ടത്? മുൻപ് ആ പാൽക്കാരൻ പയ്യനെ സ്വപ്നത്തിൽ കണ്ട് പേടിച്ച പെൺകുട്ടിയില്ലേ, അവളാ ഇപ്പോഴും കണ്ടത്. നിങ്ങൾ പോയി വാർഡനോട് ചോദിച്ചാ അവര് പറയും ഇവിടെ അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ലാന്ന്. അവർക്ക് നിങ്ങളുടെ ക്യാഷ് കിട്ടിയാൽ മതിയല്ലോ. ജീവനൊരാപത്ത് പറ്റിയ ഇവിടെ ആരും ഉത്തരം പറയില്ല. വേറെന്തെങ്കിലും കാരണം പറഞ്ഞ് മാനേജ്മെന്റ് തടിയൂരും. അല്ല, ഞങ്ങൾ പറയാനുള്ളത് പറഞ്ഞതാ. ഇനി നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യ്. വാടി.